ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭഗവാന്റെ ഒരു ദിവ്യമായിട്ടുള്ള 4 വരി മന്ത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമായിരിക്കും, എന്നാലും അത് ജപിക്കേണ്ട രീതിയുണ്ട്. ഇങ്ങനെ ജപിച്ച് സമർപ്പിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും അതറിയാനുള്ള ആഗ്രഹം കാണും. അപ്പോൾ വൈകിക്കുന്നില്ല. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അറിവുകൊണ്ടും കഴിവുകൊണ്ടും ഭക്തി കൊണ്ടും എല്ലാ ഗുരുവായൂരപ്പ ഭക്തരുടെയും മനസ്സ് കീഴടക്കിയ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നാരായണീയം വളരെ പരിചിതമാണ് എല്ലാവർക്കും. അത് സ്പർശിക്കുന്നത് പോലും പാപമോചനവും ദുഃഖഹരവുമാണ്. അതിൽ 100 ദശകങ്ങളാണ് ഉള്ളത്. അതിലെ 8ാം ദശകം 13ാം ശ്ലോകം. ഈ ഒരു ശ്ലോകം 9 തവണ അല്ലെങ്കിൽ 12 തവണ പാരായണം ചെയ്യണം. ഈ ഒരു ശ്ലോകം സകല ദുഃഖങ്ങളെയും രോഗങ്ങളെയും ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മനസമാധാനവും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകം ജപിക്കേണ്ട രീതികളുണ്ട്. ഇതനുസരിച്ച് ജപിച്ചാൽ മാത്രമേ നമുക്കതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശ്ലോകം പാരായണം ചെയ്തിട്ട് ഞാൻ അതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന രീതികളും പറഞ്ഞു തരാം കേട്ടോ. അസ്മിൻ പരാത്മൻ നനു പത്മകൽപേ തുമിത്ത മുക്താപിത പത്മയോനിഃ അനന്തഭൂമാമമ രോഗരാശീം നിരുന്ദിവാതാലയ വാസവിഷ്ണു. ഹരേ കൃഷ്ണ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ശ്ലോകം 9 12 തവണ പാരായണം ചെയ്യാം. കൂടാതെ ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം പ്രതിഷ്ഠിക്കുക. അതുമാത്രമല്ല, ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തുക. അതായത് മനഃശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ജപിക്കുന്നതിന് മുന്നേ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുക. അത് നമുക്ക് പറ്റുന്ന തരത്തിൽ അത്രയും നേരം ജപിക്കുക. 108 തവണ ജപിച്ചാലും പ്രശ്നമില്ല. എത്ര സമയം വേണമെങ്കിലും ജപിക്കാം കേട്ടോ. അത് ജപിച്ചതിന് ശേഷം 3 തവണയും ജപിക്കാം. ജപിച്ചതിന് ശേഷം ഈ ഒരു ശ്ലോകം വളരെ ഭക്തിയോടെ പാരായണം ചെയ്യുക. അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് പാരായണം ചെയ്ത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്താണോ അസുഖമുള്ളത്, നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പറയേണ്ട ഒരു കാര്യം ഇതാണ്: ഭഗവാനെ, ഞാനിത് വായിച്ച് സമർപ്പിക്കുന്നു. എന്നോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് അസുഖമുള്ളത്, എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് സങ്കല്പിച്ചിട്ട് എനിക്കുണ്ടായ ഈ ഒരു പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവരും കാണുമല്ലോ. അവർക്ക് എല്ലാവർക്കും, എനിക്കറിയാവുന്നവരും അറിഞ്ഞൂടാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ശാന്തിയും സമാധാനം ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ. കൂട്ടത്തിൽ എന്നെയും പരിഗണിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു നോക്കൂ. 100% നിങ്ങൾക്ക് മുന്നേ വായിച്ചിരുന്നതിനേക്കാളും ഫലം കണ്ടു തുടങ്ങുന്നതായി കാണാൻ കഴിയും. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും അദ്ദേഹവും അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് അസുഖം മാറുന്നതിനോടൊപ്പം ഈ ഒരു ഗ്രന്ഥം ഭക്തിപൂർവം നല്ല മനസ്സോടെ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും അങ്ങ് അനുഗ്രഹം നൽകണേ, അവരുടെ അസുഖങ്ങൾ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ എന്നാണ് ഭട്ടതിരി ഭഗവാനോട് പ്രാർത്ഥിച്ചത്. ആ കാരണവും കൂടി കൊണ്ടാണ് ഭഗവാൻ ഭട്ടതിരിപ്പാടിനെ പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.